നമസ്കാരം, ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളിലെ ലോകത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ബംഗളൂരുവിൽ സ്പാ ഉടമയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച വനിതാ കൊട്ടേഷൻ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാലക്കാട് വൻ ലഹരിവേട്ട. യുവതിയും യുവാവുമാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 1.5 കിലോ MDMAയും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ആഗ്രഹിച്ച സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ച ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിഥികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ച റിസപ്ഷനിസ്റ്റിനെ കൊലപ്പെടുത്തിയ കേസിൽ ഹോട്ടൽ ഉടമയെയും തൊഴിലാളികളെയും കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. ബംഗളൂരുവിൽ സ്പാ ഉടമയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച വനിതാ കൊട്ടേഷൻ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് കാവ്യ എന്ന കൊട്ടേഷൻ സംഘ നേതാവിനെ ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തത്. കൊട്ടേഷൻ ഏറ്റെടുക്കലും തട്ടിക്കൊണ്ടുപോകലും ക്രൂരമായി മർദ്ദിക്കലും ആണുങ്ങളുടെ മാത്രം കുത്തകയാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ബംഗളൂരുവിൽ സ്പാ ഉടമയെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ഉപദ്രവിച്ച വനിതാ ഗുണ്ടകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭുവനേശ്വരി നഗറിലെ സ്പായിലെ ജീവനക്കാരൻ തൊട്ടടുത്ത് മറ്റൊരു സ്പാ തുടങ്ങിയതിലെ തർക്കമാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. പഴയ സ്പായുടെ ഉടമ നിഷയെന്ന് അറിയപ്പെടുന്ന സ്മിതയാണ് കൊട്ടേഷൻ നൽകിയത്. കാവ്യ, മുഹമ്മദ് എന്നിവരാണ് കൊട്ടേഷൻ ഏറ്റെടുത്തതും ആക്രമണം നടപ്പിലാക്കിയതും. ഇവരുടെ ക്രൂരപീഡനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. പോലീസ് പറയുന്നത് ഇങ്ങനെ: ഭുവനേശ്വരി നഗറിലെ സ്പാ ജീവനക്കാരനായിരുന്നു ബല്ലിയപ്പ എന്ന സഞ്ജു. അടുത്തിടെ ബല്ലിയപ്പ എന്ന സഞ്ജു ജോലി രാജിവെച്ച് സ്വന്തമായി ഒരു സ്പാ തുടങ്ങി. ഇതോടെ തന്റെ സ്പായിൽ ഇടപാടുകാർ കുറയുമെന്ന് ഭയന്നാണ് സ്മിത കൊട്ടേഷൻ നൽകിയത്. സഞ്ജുവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു കാവ്യ. പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനൊപ്പം കാറിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിനിടെ കാവ്യയും സംഘവും ഇയാളെ കൊല്ലാനും ശ്രമിച്ചു. CCTV ദൃശ്യങ്ങൾ സഹിതം സഞ്ജുവിന്റെ ഭാര്യ പരാതി നൽകിയതോടെയാണ് പോലീസ് കൊട്ടേഷൻ സംഘത്തെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. പാലക്കാട് വൻ ലഹരിവേട്ട. യുവതിയും യുവാവുമാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 1.5 കിലോ MDMAയും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. പാലക്കാട് കോങ്ങാട് നടന്ന ലഹരിവേട്ടയിലാണ് 1.5 കിലോ വരുന്ന MDMAയുമായി യുവാവും യുവതിയും പിടിയിലായത്. മങ്കര സ്വദേശികളായ KH സുനിൽ, KS സരിത എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവർ നടത്തിയിരുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു ലഹരി വിൽപ്പന. ബംഗളൂരുവിൽ നിന്നും പാലക്കാടും തൃശൂരും ചില്ലറ വിൽപ്പനയ്ക്ക് എത്തിച്ച ലഹരി വസ്തുവാണ് പ്രതികളിൽ നിന്നും പിടികൂടിയത്. സുനിലും സരിതയും ഒരുമിച്ച് പഠിച്ചവരാണ്. തൃശൂരിലേക്ക് വിവാഹം കഴിച്ചുപോയെങ്കിലും സുനിലുമായുള്ള സൗഹൃദം സരിത തുടർന്നു. 1 വർഷം മുമ്പ് ഇരുവരും ചേർന്ന് കോങ്ങാട് ടൗണിൽ കാറ്ററിംഗ് സ്ഥാപനം തുടങ്ങി. ഇതിന്റെ മറവിൽ ലഹരി വിൽപ്പന നടക്കുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഡാൻസ് ഓഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ബംഗളൂരുവിൽ ഒന്നിച്ച് യാത്ര ചെയ്ത് രാസലഹരി മൊത്തമായി എടുക്കുന്ന ഇവർ ഇത് കേരളത്തിലെത്തിച്ച് പാലക്കാട്, തൃശൂർ ജില്ലകളിൽ വിൽക്കുകയായിരുന്നു പതിവ്. കഴിഞ്ഞ ദിവസം ഇവർ ബംഗളൂരുവിലേക്ക് പോയ വിവരം പോലീസിന് ലഭിച്ചിരുന്നു. സരിതയുടെ ഭർത്താവ് തന്നെയാണ് ഇക്കാര്യം പോലീസിന് രഹസ്യമായി ചോർത്തി കൊടുത്തതെന്നും വിവരമുണ്ട്. വൈകിട്ട് ഇവർ വാഹനത്തിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസ് കൈയോടെ പിടികൂടിയത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. ആഗ്രഹിച്ച സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ച ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിലാണ് ക്രൂരത അരങ്ങേറിയത്. ദിനേശ് എന്ന യുവാവാണ് പിടിയിലായത്. ഇയാൾ ഇതിനു മുമ്പും ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. ആഗ്രഹിച്ച സമയത്ത് ലൈംഗിക ബന്ധത്തിന് വഴങ്ങാതിരുന്ന ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. മുംബൈയിലാണ് ക്രൂരത അരങ്ങേറിയത്. പ്രതിയായ ദിനേശിന്റെ ഭാര്യ വീട്ടുജോലിക്കാരിയാണ്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ പ്രതി ദിനേശ് ഭാര്യയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് നിർബന്ധിച്ചു. അതിന് വഴങ്ങണമെന്നും ഭാര്യയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ജോലിക്ക് പോകാൻ വൈകുമെന്ന് പറഞ്ഞ ഭാര്യ വിസമ്മതിച്ചു. പലതവണ നിർബന്ധിച്ചെങ്കിലും യുവതി വഴങ്ങിയില്ല. ഇതിൽ പ്രകോപിതനായ ദിനേശ് ഭാര്യയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ചു. തുടർന്ന് ഗ്യാസ് സ്റ്റവിൽ നിന്നും കടലാസ് കത്തിച്ച് യുവതിയുടെ ശരീരത്തിലേക്ക് എറിഞ്ഞു. തീ ആളിപ്പടർന്നതോടെ ഇയാൾ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു. യുവതിയുടെ നിലവിളി കേട്ട് എത്തിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. യുവതിക്ക് മാരകമായി പൊള്ളലേറ്റുവെന്നും അവസ്ഥ ഗുരുതരമാണെന്നും ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞു. ഇയാൾ ഇതിനു മുമ്പും യുവതിയെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ചോദ്യം ചെയ്യലിൽ ഒരു ഭാവവ്യത്യാസവും കൂടാതെ തീ കൊളുത്തിയ രീതി ഇയാൾ പോലീസിനോട് വിവരിച്ചു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. അതിഥികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വിസമ്മതിച്ച റിസപ്ഷനിസ്റ്റിനെ കൊലപ്പെടുത്തിയ കേസിൽ ഹോട്ടൽ ഉടമയെയും തൊഴിലാളികളെയും കോടതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു. ഉത്തരാഖണ്ഡിലാണ് സംഭവം അരങ്ങേറിയത്. അങ്കിത എന്ന 19-കാരിയാണ് 2022 കൊല്ലപ്പെട്ടത്.
പ്രതികൾക്ക് വധശിക്ഷ ലഭിക്കും വരെ നിയമ പോരാട്ടം നടത്തുമെന്ന് അങ്കിതയുടെ മാതാപിതാക്കൾ പറഞ്ഞു. ഉത്തരാഖണ്ഡിൽ റിസോർട്ട് ജീവനക്കാരി അങ്കിത ഭണ്ഡാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതികൾക്ക് വധശിക്ഷ കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് മാതാപിതാക്കൾ വ്യക്തമാക്കി. റിസോർട്ട് ഉടമ പുൽകിത് ആര്യ, മാനേജർ സൗരഭ് ഭാസ്കർ, അസിസ്റ്റന്റ് മാനേജർ അങ്കിത് ഗുപ്ത എന്നിവരാണ് കേസിലെ പ്രതികൾ. കോട്ട്വാറിലെ അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. വിധിയിൽ തൃപ്തിയില്ലെന്നും എന്നാൽ മകളുടെ ആത്മാവിന് കുറച്ചെങ്കിലും ശാന്തി ലഭിച്ചിട്ടുണ്ടാകാമെന്നും അങ്കിതയുടെ അമ്മ സോണി ദേവി പറഞ്ഞു. പോരി ജില്ലയിൽ ഋഷികേശിന് സമീപത്തായി പ്രവർത്തിക്കുന്ന റിസോർട്ടിലെ ജീവനക്കാരിയായിരുന്നു അങ്കിത. 2022 സെപ്റ്റംബർ 18 അങ്കിതയെ കാണാതായി. തുടക്കം മുതൽ തന്നെ അങ്കിതയുടെ കുടുംബത്തിന് പുൽകിതിനെ സംശയമുണ്ടായിരുന്നു. ഹോട്ടലിലെത്തുന്ന അതിഥികളുമായി സെക്സിൽ ഏർപ്പെടാൻ വിസമ്മതിച്ച അങ്കിതയെ പുൽകിതും മറ്റ് 2 ജീവനക്കാരും ചേർന്ന് മലഞ്ചെരുവിൽ നിന്ന് കനാലിലേക്ക് തള്ളിയിടുകയായിരുന്നു. യുവതിയെ തള്ളിയിട്ട ശേഷം ഒന്നും അറിയാത്തതുപോലെ പ്രതികൾ റിസോർട്ടിൽ തിരിച്ചെത്തി. തുടർന്ന് യുവതിയെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകി. പരാതി ലഭിച്ച 3 ദിവസത്തിന് ശേഷമാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത്. ഋഷികേശിലെ ചില്ലാ കനാലിൽ നിന്നും ദുരന്ത നിവാരണ സേനയാണ് യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തത്. പിന്നാലെ യുവതിയുടെ സഹോദരനും പിതാവും മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.